അമ്മ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? പോലീസ് അന്വേഷണം തുടങ്ങി. പ്രതികളെ ഇതുവരെ പിടിച്ചില്ല. പക്ഷെ വർക്കല DSP നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളെ കൂടെ ഉണ്ട്. DSPയുടെ മോളെ പോലെയാണ് എന്റെ മോളോട് പെരുമാറിയത്. നല്ല മോളാണ്, അവള് മര്യാദ കൊച്ചാണ്. ഇതിന് നിങ്ങൾക്ക് നീതി ഞാൻ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കല്ലമ്പലത്തിന് ഇതുവരെ നമുക്ക് ഇത് കിട്ടിയില്ല. ഇന്നലെ FIR ഒക്കെ എഴുതിയിട്ടുണ്ട്. പ്രതികളെ ഇതുവരെയും പിടിച്ചിട്ടില്ല. അമ്മേ, മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മോള് ഇപ്പൊ പിന്നെ അത് തൊണ്ടയൊക്കെ ഒരുമാതിരി മുറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇതൊക്കെ എടുത്ത, പക്ഷെ മാനസികമായിട്ട് അവളാകെ ഇതിലാണ്. അത് മനസ്സിലാവും. ഇപ്പൊ ICU മാറ്റിയോ മോളെ? ICU മാറ്റി. നമ്മളിപ്പോ അവർക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഇന്നലെ വാശി പിടിച്ച് അവിടുന്ന് മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് നമ്മൾ എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത്. നമ്മളെ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞാണ് വാങ്ങിക്കൊണ്ട് വന്ന. അമ്മയുടെ കൂടെ ഉണ്ട് അല്ലേ? എന്റെ കൂടെ ഉണ്ട്. ശരി, എന്താണ് അമ്മ ഇത് സംഭവിച്ചത്? ആരാണ് ഭീഷണിപ്പെടുത്തിയത്? എന്താണ് ഈ ചെറുക്കന്റെ വീട്ടുകാർ മാറാൻ കാരണം? ചെറുക്കന്റെ വീട്ടുകാർ പറഞ്ഞാൽ അവരെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി. അവരെ വീട്ടിൽ പോയ തെളിവുകളും അതെല്ലാം പയ്യെ മോളൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അതാണ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് അവരെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി. കല്യാണ മണ്ഡപത്തിൽ പയ്യൻ വരുവാണെങ്കിൽ കാല് വെട്ടിയെടുക്കുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോ അവര് ഗേറ്റ് പോലും തുറന്നില്ല. ഞാനും എന്റെ ബ്രദറും എന്റെ മാമിയും കൂടി അവിടെ ചെന്ന് കാര്യം പറഞ്ഞു. അവരുടെ പേര് ബിന്ദു എന്ന് പറഞ്ഞു. അവരുടെ ബിന്ദു വെച്ച് നിങ്ങൾ അവരെ ഭാഗമല്ലേ കേട്ടോളൂ, നമ്മളെ മക്കളെ കാര്യമല്ലേ, നമ്മൾക്ക് അവർക്ക് പൈസ കൊടുത്ത എല്ലാ രേഖകളും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കേൾക്കുക. അപ്പൊ നമുക്കൊന്നും കേൾക്കണ്ട, നമുക്ക് ഒരു മോനേ ഉള്ളു, ആ മോന്റെ ജീവൻ വേണം, ഇവിടെ അവന്റെ മോന്റെ മണ്ഡപത്തുനിന്ന് കാലും കൈയും വെട്ടുമെന്ന് തോന്നുന്നു, നമുക്ക് വേണ്ട, എന്റെ ചേട്ടനെ വേണമെന്ന് പറഞ്ഞാൽ പെങ്ങളും നിന്നു. അപ്പൊ ഞാൻ ഇതെല്ലാം കേട്ട് അവിടെ ബോധം കെട്ട് വീണപ്പോ ഇവര് ഓടിപ്പ് കഥ അടച്ചു കളഞ്ഞു. ഒരു ഗേറ്റ് പോലും തുറന്നില്ല. പിന്നെ എന്റെ ബ്രദറൊക്കെ വണ്ടിയിലാക്കി ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞ് മോക്കെന്ത് ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞ് എന്റെ മാമി ദോശയാക്കി കൊടുക്കാൻ ചെന്ന് വായിൽ വെച്ച് കൊടുത്തോ കൊച്ചു ബോധം കെട്ടങ്ങ് വീണു. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തതിന് എഴുതിപ്പിച്ചപ്പോ പറഞ്ഞു മാമി ഞാൻ കുറച്ച് ഗുളിക എടുത്ത് കഴിച്ചെന്ന്. അങ്ങനെ അപ്പോഴേ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൊണ്ട് നമ്മുടെ DSP എടുത്ത് ചെന്ന് സാറ് മോളെ കണ്ട് സംസാരിച്ച് കല്ലമ്പലത്തിനെല്ലാം മൊഴിയെടുത്തിട്ട് ഇവരെ ഒരു റിപ്ലൈ ഉച്ചയ്ക്ക് ശേഷം തന്നിട്ട് നമ്മൾ ഇന്നലെ വൈകിട്ട് അവിടെ പോയിരുന്നു. നമ്മൾ പറഞ്ഞു ഇവരെ അറസ്റ്റ് ചെയ്യാതെ നമ്മൾ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ച്. അപ്പൊ FIR എല്ലാം എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഈ ബ്ലേഡ് മാഫിയ ഈ ചെറുക്കന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല? അത് തെളിഞ്ഞിട്ടുണ്ടല്ലേ? അത് തെളിഞ്ഞ അതിന്റെ രേഖ നമ്മളെ വീഡിയോ ഉണ്ടല്ലോ, നമുക്ക് വീഡിയോ ഉണ്ട്. അവര് ഡീസന്റ് മുക്കില് അവിടെ ഡീസന്റ് മുക്ക് തൊട്ട് അവരെ വീട് വരെ അവരെ അയൽക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഇറങ്ങി കയറി പറഞ്ഞായിരുന്നു. ശരി അമ്മ, ഏതായാലും ഈ കേസ് പെട്ടെന്ന് തെളിയട്ടെ. പോലീസ് ഏതായാലും അന്വേഷിക്കുന്നുണ്ട്, നമുക്ക് അതിൽ വിശ്വാസമുണ്ടല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.